ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗനെന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. എന്താണെന്നൊന്ന് അന്വേഷിക്കുമോളെ. ജഗ, എന്തു പറ്റി? ഒന്നുമില്ല വന്ദനെ. ഒന്നുമില്ല, അതൊന്നുമല്ല. ഫോൺ വന്നപ്പോ ജഗന്റെ മുഖം വാടിയല്ലോ. അത് അമ്മ വിളിച്ചിട്ട് അച്ഛൻ ആകെ ടെൻഷനിലാണെന്ന് പറഞ്ഞു. അമ്മയെ കൊണ്ട് നിങ്ങളുടെ അപ്പച്ചി വിളിപ്പിച്ചതായിരിക്കോ? അന്ന് ഇതുപോലെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ് വിളിപ്പിച്ചത് ഓർമ്മയില്ലേ? ഇല്ല വന്ദനെ, ഇതങ്ങനെയാവും വഴിയില്ല. കേസ് ജയിക്കോ തോക്കുന്ന് അച്ഛന് നല്ല പേടിയുണ്ട്. അഴിമതി ആരോപണ കേസല്ലേ? അച്ഛൻ അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നേ? കേസിന്റെ വിധി അച്ഛൻ അനുകൂലമായല്ലേ വരൂ? വന്ദനെ, രാഷ്ട്രീയത്തിൽ വന്ദനയ്ക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ആരെയും പറ്റിച്ചും വഞ്ചിച്ചും കൊണ്ടുവരുന്ന ക്യാഷ് കൊണ്ട് മക്കളെ പരിപാലിക്കേണ്ട ഗതികേടൊന്നും കരുണാകരക്കുറുപ്പിന് വന്നിട്ടില്ല. അച്ഛനെ കുറിച്ച് വാദൂരത്തെ സംസാരിക്കുന്നുണ്ടല്ലോ ജഗൻ. പുറമെ ദേഷ്യവും വെറുപ്പൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ടല്ലേ? അമ്മ വിളിച്ചപ്പോ ആ കേസ് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞത്. വിധി കരുണാകരക്കുറുപ്പിനെതിരാണെങ്കിൽ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ കരുണാകരക്കുറുപ്പ് എന്നൊരാളില്ല. അത്രയ്ക്ക് തകർന്നു പോവും അച്ഛൻ. ആ മനുഷ്യന്റെ കരുത്ത് കുറച്ചു കാലം മുമ്പ് വരെ ഞാനായിരുന്നു. ഇപ്പോ ഞാനും കൂടി ഇല്ലാതായ സ്ഥിതിക്ക് അമ്മ എന്താ പറഞ്ഞേ? എന്നോട് വേഗം വീട്ടിലേക്ക് ചെല്ലാനാ അമ്മ പറഞ്ഞത്. എങ്കി നമുക്ക് അങ്ങോട്ട് പോവാൻ ജഗ. അത് വന്ദനെ, ഇവിടെ അച്ഛനും അമ്മയൊക്കെ ആകെ തകർന്നു നിൽക്കുമ്പോ എങ്ങനെയാ വന്ദനെ നമ്മള്? സാരമില്ല മോനെ, നിങ്ങൾക്ക് എന്താ അത്യാവശ്യം എന്ന് വെച്ചാ പോയിട്ട് വാ. അതല്ലമ്മേ, വീട്ടില് ജഗന്റെ അച്ഛനൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കാം. സുമലതാമ്മ ജഗനോട് ഉടനെ തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കാം. എന്നാ പോണം മോനെ. ഒരു പ്രശ്നം വരുമ്പോ താങ്ങായിട്ട് ആൺമക്കള് നിന്നാ അതൊരു ബലവാ. അത് കിട്ടാത്തവർക്കേ അതിന്റെ മൂല്യം മനസ്സിലാകൂ. ജീവിതം വഴിമുട്ടി നിന്ന് മാധവേട്ടനോട് ഒരു ജോലി വാങ്ങിക്കൊടുക്കാന്ന് മോൻ പറഞ്ഞില്ലേ? അതിലും വലിയൊരു ആശ്വാസം ആ മനുഷ്യന് വേറെ കിട്ടിക്കാണില്ല. ഇനി സമയം കളയണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളാം. നിങ്ങൾ എത്രയും വേഗം പോകാൻ നോക്ക്. അല്ല, അച്ഛനോട് വേണ്ട, ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. പറഞ്ഞാലും ഒന്നും മനസ്സിലാവുന്ന അവസ്ഥയിലായിരിക്കില്ല. അമ്മേ, ദേമോള്. മോളെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അച്ഛന്റെ ഓട്ടോ കത്തിക്കാൻ മാത്രം അച്ഛനോട് ഇത്ര ദേഷ്യമുള്ള ആരാ ഉള്ളത്? കണ്ടുപിടിക്കാൻ വന്നനെ. അവൻ എന്റെ കയ്യിലെങ്ങനെ കിട്ടിയോണ്ടല്ലോ. മാനത്തെ കൊട്ടാരം